ഓക്കെ ഗൈസ് 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 നമ്മളങ്ങനെ വന്നിരിക്കുകയാണ് പുതിയ ഗെയിമായിട്ട്. ഈ ഗെയിം ജോയിനാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. പക്ഷേ എൻ്റെ ഡിവൈസ് ഇത് ഭയങ്കര ലാഗാണ്. ഇതിൻ്റെ വേൾഡ് എങ്ങനെയൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. ഫസ്റ്റ് ഇതാണ് നമ്മുടെ വീട്. ഇത് താഴെ പറ്റില്ല ഇതിൻ്റെ ക്യാമറ ഇന്റീരിയൽ വ്യൂ കാണിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ഈ വണ്ടിയിൽ സ്മോക്കൊക്കെ ഒഴിവാക്കാം. ഞാൻ ഏതൊരു ബംഗാളിയുടെ ഇത് പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റിലൊക്കെ പുതിയ അപ്ഡേറ്റ് ഉണ്ടല്ലോ ഈ ഗെയിമിൻ്റെ. ആ അപ്ഡേറ്റിലൊക്കെ എന്താണ്ട് കാർ മോഡിഫൈ വീൽസ് പുതിയ വീൽസ് ഹൈബൊക്കെ വീൽസ് ഹൈബ് അങ്ങനെ മാറ്റം ഇതൊക്കെ ചില കളറിൻ്റെ ഓപ്ഷൻസ് അധികം ഈ മറ്റേ നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സ് ഓപ്ഷൻ ഇതൊക്കെ ഏത് കളറാണ് വേണ്ടത് നമുക്ക്. എനിക്ക് ഈ കളറായി എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് കളറില്ല. പോലീസ് സ്റ്റേഷനും എയർപോർട്ടൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ട് കഴിഞ്ഞിട്ടാണ്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ ആകെപ്പാടെ ഒരു പോലീസുകാരൻ മാത്രം. ഈ പോലീസ് സ്റ്റേഷൻ പണ്ടത്തെ അപ്ഡേറ്റ് ഞങ്ങൾ വന്നപ്പോഴെങ്കിൽ കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആകെപ്പാടെ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി ഇറങ്ങിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിൽ അപ്പുറത്തെ സൈഡിൽ വല്ല പോലീസുകാരനും ഉണ്ടെന്ന്. അവിടെ 11 വെടിവെച്ച് കേസാവും. അതുകൊണ്ട് വേണ്ട. ഞാൻ പുതിയ വണ്ടിയൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തു. ചീറ്റ് കോഡ് 2 അതെടുത്താൽ എനിക്ക് ലംബോർഗിനി കിട്ടും. ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഇതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എന്നിട്ട് 25 അടിച്ച അടുത്ത വണ്ടി വരും. ഈ 2 വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ കൂട്ടത്തിൽ സൂപ്പറുണ്ട്. അതിൽ ചീറ്റ് കോഡൊക്കെ എനിക്കറിയില്ല. ഞാൻ പണ്ട് എനിക്കറിയില്ല. ഇവിടെ ഇതിൽ അപ്ഡേറ്റ് പുതിയൊരു വീടൊക്കെ വന്നിട്ടുണ്ട്. ആ വീടൊക്കെ കാണിച്ചില്ല. ആ വീട്ടിലുള്ള ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾ കാണിച്ചില്ല. കൂടെ ഈ ക്യാമറയുടെ അപ്പുറം തന്നെ ജമ്പ് സ്ലോ മോഷൻ്റെ ബട്ടണിൽ എടുത്തിട്ട് നേരെ നമുക്ക് പുതിയ വീട്ടിലേക്ക് വാങ്ങാൻ. കൂടെ ആ ക്ലിക്ക് നമ്മുടെ ഏറ്റവും പണ്ടത്തെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വീട്ടില് ചാടി ഇറങ്ങിയിട്ട് ഇവിടുത്തെ സുന്ദരമൊക്കെ നീന്താനും പറ്റില്ല. ഒരു കുന്തം ചെയ്യാനും പറ്റില്ല. നമുക്ക് ഇങ്ങനെ ആയിരുന്നു ചാടിയാലും ചുമ്മാ വെള്ളത്തിലൂടെ നടക്കാനല്ലാണ്ട് വേറൊരു ഉപയോഗമില്ല. രോഹിത് ബ്രോ ഇതിൽ നീന്തായിട്ടുള്ള ഓപ്ഷൻ കൊണ്ടുവന്നില്ല. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓപ്ഷൻ എന്താണ്.
കൂടുതൽ ന്യൂ സിറ്റി കൊണ്ട് ഞാൻ ന്യൂ സിറ്റിയുടെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ന്യൂ സിറ്റിയുടെ മോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റേസിംഗ് ട്രാക്കിൻ്റെ മോഡ് ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു മോഡ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ചിലപ്പോൾ ഇടും ഗൈസ്. ഞാൻ അതിൻ്റെയൊക്കെ സ്റ്റോറി വീഡിയോ ഒന്നും കൂടി കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് നമ്മുടെ മിത്ത്. ഇങ്ങനെ നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വണ്ടിയിലൊക്കെ വേണ്ടി സ്പോൺ ചെയ്യാൻ പറ്റും. എൻ്റെ ഫേവറേറ്റ് കവാസാക്കി എന്നതിൻ്റെ HHR സ്പോൺ ചെയ്യാം. 3000 അതിൻ്റെ ചീറ്റ് കോഡ്. 2 ഡേയ്സ് ഇന്ത്യയിൽ ഓടിക്കാം. ഇത് ഏതാണ്ട് GTA 5 പോലെ. ഇതിൻ്റെ പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി അത് പൊട്ടിത്തരും. ഞാൻ നിങ്ങൾ ഈ ഗെയിം ഇതുവരെ കളിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പഴയ വീടൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കണം. ഈ ഫ്രണ്ടിൽ കാണുന്ന മഞ്ഞ വീടാണ് ഞാൻ അടുത്തൊന്ന് കാണിച്ചാൽ നിങ്ങളെ. ഈ ഗെയിം എന്ന് പറഞ്ഞ ലാഗ് ഈ കാണുന്ന വീടാണ് നമ്മുടെ പണ്ടത്തെ വീട്. പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ വണ്ടി കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഇതിൻ്റെ സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞാൽ മറ്റേ സ്വിമ്മിങ് പൂളിനേക്കാളും ഭയങ്കര കഷ്ടമാണ്. നോക്കാം, ഇതിൻ്റെ സ്വിമ്മിങ് പൂൾ എന്ന് പറഞ്ഞാൽ കട്ട പോലെ ഇതിൻ്റെ കിടക്കണ. ഇവിടെയുള്ള ഇതിലേത് റൂമിലേന്ന് വെച്ചാൽ അത് ഇവിടെ എങ്ങാണ്ടായിരുന്നു മറ്റേ മിത്തുള്ള ഇതിൽ തന്നെ ഇല്ലേ ചാടി മണ്ടയിലേക്ക് കയറാൻ പറ്റണേ. ഇവരാണ് അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വെക്കണം. ഇതല്ല എനിക്ക് അപ്പുറത്തെ ഇതല്ല കിച്ചണിലല്ലേ. ഇത് കിച്ചണാണ്. ഇത് കിച്ചൺ തന്നെയാണ്. പക്ഷെ പണ്ട് ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടല്ലോ. KL ഫൺ ഗെയിമിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ പണ്ടത്തെ വീഡിയോയിൽ ഈ മിത്ത് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ അത് എവിടെ നിന്ന് കയറണേ? എനിക്ക് അടുക്കളയിൽ നിന്ന്, പക്ഷെ അത് റിമൂവ് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല. അതെല്ലാം ഇവിടെയും പറ്റി. അങ്ങനെ നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇത് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇതാണ്. ഇതൊക്കെ നമ്മൾ താഴെ വീണത്ത് ഇതിൻ്റെ ഈ ഗ്യാപ്പിലൂടെ നമ്മൾ താഴേക്ക് വീണില്ല. ഇതൊക്കെ ഇതിലെ ബ്ലഡ് വയ്ക്കണമൊക്കെ ആ സൈഡിൽ തന്നെ, അവിടെ തന്നെ, താഴേക്കൊന്നും പോവില്ല. അങ്ങനത്തെ ടൈപ്പ് ഒരു ഗെയിമാണ്. ഇയാൾക്ക് പിന്നെ വീണിട്ട് പിന്നെ ഒരു ഇതുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു പറച്ചിലുണ്ട്. നമുക്ക് നേരെ പെട്രോൾ
ഇവിടെ ഇതൊക്കെയുണ്ട്. നമ്മുടെ കയ്യിൽ RPG ഉണ്ട്. ഒരെണ്ണം RPG വെച്ചിരിക്കും. ഒരിടത്ത് മറ്റേടത്ത് രണ്ടെണ്ണത്തിന് പിടിച്ച് അടുത്ത മിനി ഗൺ. എൻ്റെ വണ്ടിക്കും പിടിക്കും. മറ്റൊരു AK വെച്ച് പൊട്ടിക്കാം. അത് മിനിഗൺ വെച്ച് പൊട്ടിക്കാം. ഇനി ഞാൻ നിങ്ങളൊരു ഇത് കാണിച്ചു തരാം. ഒരു വേറെ ഈ സംഭവം കാണിച്ചു തരാം. നിങ്ങളേതെങ്കിലും ബൈക്ക് അല്ലെങ്കിൽ കാറിൽ കയറിയിട്ട് ഈ ഗണ്ണിൻ്റെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗണ്ണ് എടുക്കുക. നമ്മളിപ്പോൾ ഈ ഗണ്ണെടുത്ത് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് നമ്മൾ കുറച്ച് നീട്ട് ഇടിക്കുക. ഇതുണ്ട്. ഇതെന്ത് ഓപ്ഷനൊന്നും കാണാനില്ലല്ലോ. വീണ്ടും ബൈക്കിനടുത്തേക്ക് പോകണം. അങ്ങോട്ട് കയറിയിട്ട് ഇറങ്ങി നോക്കാം. ഇറങ്ങോളൂ, ഇറങ്ങടേ. ഒന്നുകൂടി മൊബൈൽ ട്രൈ ചെയ്തോക്കട്ടെ. വീണ്ടും RPG എടുത്ത് ഇനി ഇറങ്ങാം. ഇത് എവിടേക്കില്ലാതെ മിത്തൊക്കെ ഉണ്ടാകും. നമുക്കിനി വെടിവെക്കാൻ പറ്റില്ല ഗൈസ്. ഇതൊക്കെ നമുക്കിനി വെടിവെക്കാനേ പറ്റില്ല. ഇപ്പൊ ഒരു ഓപ്ഷൻ ഇല്ല. ബൈക്കുണ്ട്. അതിൻ്റെ ബൈക്ക് വന്ന് പൊട്ടിത്തെറിച്ചേണ്ടി സാധനം എന്ത് ആദ്യം കിടക്കണം. ഞാൻ നിങ്ങളെ ഗ്യാസ് കുറ്റി കാണിച്ചു തരാം. കോൾ ഫ്രം 0. എന്താ 0 അടിക്കാം. അത് പൊട്ടനെ നിങ്ങൾ കാണണം. ടിങ്. ശരിക്കാനാണ് ജംഗ്ഷൻ വല്ലടിക്കും. കഴിഞ്ഞ മുമ്പ് കാർ സ്പോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ താർ സ്പോൺ ചെയ്യാം. 9 താറൊക്കെ ഉണ്ട്. നമുക്ക് കേസായി ഓടിക്കോ. ലെവന് ഓടാനും പറ്റില്ലേ. ഇവിടെ പുറകോട്ട് പോകണം. ഇനി നേരെ നമുക്ക് നമുക്ക് ജമ്പ് ചെയ്യാം. ജമ്പ് എൻ്റെ താരത്തിൽ ഇരിക്കുന്നു. മലയിലൊന്നും ചെയ്യില്ല. നമുക്ക് ഈ മലയുടെ മണ്ടയിലേക്ക് പോവാം, അല്ലെങ്കിൽ ടണലിലേക്ക് പോവാം. പോകാൻ കഴിഞ്ഞാൽ മണ്ടന്മാരെ നമ്മുടെ ഇവിടുത്തെ മണ്ടൻ പോലീസ് സാറൊന്നും ഇല്ലല്ലോ. അയ്യോ മണ്ടന്മാർ പോയില്ല. ഇതാണ് പുതിയ സിറ്റി. ഫസ്റ്റ് നമുക്ക് കേറുന്നത് അവന്മാരെന്താ പറയുക. പിടിക്കാനായിട്ട് കാറിൽ നൈസായിട്ട് ഇനി അവനെ ഇടിച്ചു വന്ന എന്താണ് ഏറ്റവും അടിച്ചു
ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് ഗൈസ് ഈ സിറ്റിയിലൊക്കെ പോയി ജറാസിക് ഒത്തിരി പക്ഷെ അവിടെ ഡിനോസറൊക്കെ രണ്ട് ഡോറും 4 ഡോറും ഒരു വണ്ടി 3 ഡോറുണ്ട്. ജമ്പ് ജമ്പ് വണ്ടി കുടുങ്ങി. കുടുങ്ങിയില്ല. നിങ്ങൾക്കാണെങ്കിൽ ആ മോൺസ്റ്റർ കാർ കാണിച്ചു തരാം. മോൺസ്റ്റർ കോണിസൊക്കെ ഉണ്ട് ഇതില്. അതിൻ്റെ ചിക്കോട് പറഞ്ഞ 0.9 ഇതന്നെ മോൺസ്റ്റർ കോൺസൊക്കെ ജസ്റ്റ് ചാടിയാണ് വണ്ടികൾക്ക് അത്യാവശ്യം. ഇതെന്തുവാണ് വണ്ടി ഇതൊന്ന് ലോകയുടെ മുന്നിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടാൽ മതി. അങ്ങനെ തന്നെ ഒന്ന് ചെയ്തോളും. ഇതൊക്കെ ഇപ്പം കിടന്ന് കാറിന് കേട്ടോ ഈ വണ്ടിക്കെട്ട് വിളിച്ച. എന്നിട്ട് നമ്മുടെ വണ്ടിയാണ് ഈ ചെരിഞ്ഞു വന്നു. ഈ കൂട്ടത്തിലുള്ള ഏത് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ നമുക്ക് വണ്ടി വാങ്ങാൻ പറ്റും. പക്ഷെ ഈ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരുടെ ഒന്നും വണ്ടി വാങ്ങാൻ പറ്റില്ല. നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അറേബ്യനായി ടയറിലേക്ക് വണ്ടി ഓടിക്കുന്നത് കണ്ട. അറബി ഇനി നേരെ നമുക്ക് നമ്മുടെ സിറ്റിയിലത്തെ എയർപോർട്ടിൽ കാണിച്ചിട്ട് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. എന്നിട്ട് കുറച്ചൊക്കെ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്തതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത്. ഞാനിപ്പോൾ ബീച്ചിലെത്തും. ഇനി നമുക്ക് സിറ്റിയിലേക്ക് വിടാം. നമ്മുടെ വീട്ടിലേക്ക് വിടാം. അല്ലെങ്കിൽ ജെറ്റ് പാക്ക് വിളിച്ചോണോ? ജെറ്റ് പാക്ക് വിളിച്ചു പോവാം. ഈ വണ്ടി പൊട്ടിത്തെറിപ്പിച്ചു. ഇതെന്താ ബ്ലറായി കൊടുക്കണ? ഞാൻ കൈകാലിലേക്ക് ബ്ലറായി പോയി. ഗണ്ണെടുത്താലും പോയി. ഇനി നമുക്ക് ജെറ്റ് പാക്ക് കളിക്കാം. ജെറ്റ് പാക്കിൻ്റെ ചീറ്റിക്കോടെ 320. ഒരു വലിയ ജെറ്റ് പാക്ക് 330 എടുത്ത വേറെ ജെറ്റ് പാക്ക് വരും. അത് ഇതിനേക്കാളും കുഞ്ഞി ജെറ്റ് പാക്ക്. ഈ ജെറ്റ് പാക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാം. ഈ നേരെ നമുക്ക് മണ്ടയിലേക്ക് വറക്കാം.
ഇനി നേരെ കണ്ണൂർ അല്ല ഇതിലേത് വഴി പോകുമ്പോഴോ നമ്മുടെ പഴയ സിറ്റി ഇതല്ലേ ടണല് യെസ് ഗൈസ് അത് നമ്മൾ പഴയ സിറ്റിയുടെ അമ്മയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ എയർപോർട്ടൊക്കെ കാണിച്ചത് ഈ സെല്ല് ഇത് മറ്റേ ബീച്ച് എയർപോർട്ടിൻ്റെ അവിടുത്തെ ബീച്ചിൻ്റെ ഭാഗങ്ങളുള്ളത്. എനിക്ക് എയർപോർട്ടൊന്നും അല്ല, ഇത് കഴിഞ്ഞിട്ട് എയർപോർട്ട്. ഇനി നേരെ എയർപോർട്ടിലേക്കോ അതല്ലേ എയർപോർട്ടിൻ്റെ ഫെൻസ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നല്ലോ അവിടെ. ഇതെങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയതെന്തോ ഇതിങ്ങനെ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഈ പ്ലെയിൻ ഇതിപ്പോൾ ഈ പ്ലെയിൻ്റെ പൊസിഷൻ മാറ്റിയോ? അത് വേറെ ലൈനാ. ഇതല്ലേ നമുക്ക് ഓടിക്കാൻ പറ്റണ വലിയ ലൈൻ. ഈ പ്ലെയിനെ ചുമ്മാ പോയി ഒന്ന് തട്ടി വെക്കലോ, താഴേക്ക് പോകാൻ നോക്കാം. നിങ്ങൾ ഉണ്ടായിരുന്ന അതിൻ്റെ പെയിൻ്റെ ഈ സംഭവത്തിന് അതിൻ്റെ മുകളിലൂടെ ഈ ജെറ്റ് പാക്ക് വന്ന് നമ്മുടെ തല അതിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോയ ഒരു പുഷ് കൊടുത്ത് നോക്കാം. ഇതെന്താ തിരിച്ചു പോകാൻ പറ്റട്ടെ? പ്ലെയിൻ പൊങ്ങിയോ? ഒന്നും കൂടി നോക്കാം. പ്ലെയിൻ അനങ്ങുണ്ട്. പ്ലെയിൻ്റെ ഉള്ളിലേക്ക് തല പോകുന്ന നോക്കട്ടെ. ഇത് നമ്മൾ പ്ലെയിൻ്റെ ടയർ നോക്കി. ഞാനാണ് ഈ ലോകത്തിലത്തെ ശക്തിമാൻ. ഇത് പ്ലെയിൻ നിലത്തിട്ട് ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്ക് ജലദോഷവും പനിയൊക്കെയാണ് ഗൈസ്. ഈ നേരെ അഞ്ചല്ലാലോ 2 അടിച്ചിട്ട് നമുക്ക് ലംബോർഗിനി സ്പോൺ ചെയ്യാം. പിന്നെ 700 അടിച്ചാൽ ഈ മറ്റേ NPC ഒക്കെ ഓടിക്കുന്ന ലംബോർഗിനി എടുക്കാൻ പറ്റും. ഈ നേരെ വീട്ടിലേക്ക് മതിലവിടെ വീട്ടില്ല. വീടിൻ്റെ എൻട്രൻസ് കയ്യിലായില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബും ഷെയറും ചെയ്യുക മാക്സിമം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ.